ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 1979 ഞാൻ ബ്രിട്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ സംഭവമാണ്. എൻ്റെ കൂടെ പഠിക്കുന്നൊരു എൻ്റെ ക്ലോസ് ഫ്രണ്ട്, ഞങ്ങളൊരു ബെഞ്ചിൽ ഇരുന്ന് അപ്പുറം പഠിക്കുന്ന 7th സ്റ്റാൻഡേർഡിൽ ബ്രിട്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ഫാദർ ഒരു കപ്പലോട്ടക്കാരനായിരുന്നു. കൈരളി എന്ന് പറഞ്ഞൊരു കപ്പലാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. ആ കപ്പൽ ഗോവയിൽ നിന്ന് വിട്ട് ജർമ്മനിക്ക് പോകുന്ന വഴിക്ക് മിസ്സായെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അറിവുമില്ല, എവിടെയുണ്ടെന്ന. അന്ന് ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല സമയത്താണ്. അപ്പോൾ ആ ഗോഡ്വിൻ എൻ്റെ കൂടെ അപ്പുറത്തെ സീറ്റിൽ, ഞങ്ങളൊരു ബെഞ്ചിൽ അപ്പുറം ഇരിക്കുന്നതാണ് 7th സ്റ്റാൻഡേർഡിൽ. അപ്പം ഗോഡ്വിൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അപ്പച്ചൻ അയച്ച ഒരു ലെറ്റർ കിട്ടി വീട്ടിൽ, അതിനകത്ത് ഗോഡ്വിനൊരു ബോൾ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ലെറ്റർ കിട്ടുന്നതാണ്. അതിന് ശേഷമാണ് അതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് അറിയുന്നത് ഈ കപ്പൽ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് അവർക്ക് ചോദിക്കാനും ഒന്നും പിടുത്തമില്ല, ആരുടെ ചോദിക്കണമെന്നും ഒരു കമ്മ്യൂണിക്കേഷനും ഒരു വഴിയുമില്ല. റേഡിയോയിൽ കൂടിയാണ് അറിഞ്ഞത് ഇവർ ഇത്. അപ്പോൾ ആ ഗോഡ്വിനാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഗോഡ്വിനും ഒരു കപ്പലോട്ടക്കാരനാണ്, ഇത്രയും വർഷം കപ്പലോടിയിട്ട് വന്ന് നിൽക്കുന്നത് ഗോഡ്വിനാണ് എൻ്റെ കൂടെ ഉള്ളത്. ഹായ് ഗോഡ്വിൻ, എന്താണ് ഓർമ്മകൾ അന്നത്തെ? അപ്പച്ചൻ മിസ്സിങ്, അതായത് കപ്പൽ കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഓർമ്മയുണ്ടല്ലേ? നമ്മൾ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് ഗോഡ്വിൻ വന്നിട്ട് കരച്ചിൽ. അപ്പോൾ ഞാൻ ഗോഡ്വിനോട് ചോദിച്ചപ്പോഴാണ് ഗോഡ്വിൻ പറയുന്നത് ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ? പഠിക്കണമായിരുന്നു. അപ്പോൾ ആ ടൈമിനാണല്ലോ 79 ആ കാലഘട്ടത്തിൽ. അപ്പോൾ ജൂൺ ഈ ടൈമിനാണ്. ഇന്ന് 3-ാം തീയതി അല്ലേ? ഇന്നാണ് ഷിപ്പ് ശരിക്കും ഒഫീഷ്യലായിട്ട് മെസ്സേജ് ഒന്നും വരാണ്ടായത്. പിന്നെ 13th ആയപ്പോഴാണ് ശരിക്കും അത് റിപ്പോർട്ടിലേക്ക് വന്നത്. നമ്മളപ്പോഴത്തേനും അറിയാൻ തുടങ്ങിയെന്നവരെ, പക്ഷെ അവർ ഡിക്ലെയർ ചെയ്ത് തന്നാണ് മിസ്സിങ് എന്നുള്ളത്. ഇതുവരേക്കും ആ കപ്പലിനെ കുറിച്ച് ഇന്ന് വരെയും പിന്നെ അതിനെക്കുറിച്ച് ഒന്നുമില്ല. അവർ ഒരു മിസ്റ്ററി എന്ന് പറയാനായിട്ട് ഇത് മിസ്റ്ററി ഓഫ് മിസ്സിങ് ഷിപ്പ് MV കൈരളി എന്നാണ് എല്ലാവരും അതിൻ്റെ എഡിറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെയും ഒരു ഇതുമില്ല. കുറേ അന്വേഷണങ്ങളും ഷിപ്പിംഗ് ഓപ്പറേഷൻ ഓഫ് ഇന്ത്യ, കേരള ഷിപ്പിംഗ് ഓപ്പറേഷൻ, അതിൻ്റെ കപ്പലായിരുന്നല്ലേ? ഒരു കപ്പലായിരുന്നു. ആകെ ഉണ്ടായ ഒരു കപ്പലാണ്, നമ്മൾ മേടിച്ചതാണ്. ആ കപ്പലാണ് ഇപ്പോൾ മിസ്സിങ്. ഇതുവരേക്കും ഒരു അനക്കുമില്ല. ആ കപ്പൽ കമ്പനിക്കാരായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അതിനകത്ത് പോയവർ? ആ കമ്പനിയാണ് ഇപ്പോൾ ഇതേ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ, ഇൻലാൻഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സാധാരണ ഇവിടുത്തെ ഇൻലാൻഡ് ഇതായിട്ട് ആയത്, ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. അപ്പോൾ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അന്ന് തന്നെ കുറേ ആൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അവർ ഇത് ചെയ്തു. ആ കപ്പലിൽ പോയവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും കോൺടാക്റ്റിലുണ്ടോ? കുറേ പേരൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ ക്യാപ്റ്റൻ എവിടെയായിരുന്നു? ക്യാപ്റ്റൻ്റെ വീട് കോട്ടയത്താണ്, പൂട്ടിക്കവലയിലാണ്. അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്? അവരുടെ ഫാമിലിയായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് പോകാൻ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇളയ ജോസഫ് ഞങ്ങളോട് ഇന്നലെയും കൂടി വിളിച്ചോളൂ ഫോണിൽ. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ ഇപ്പോൾ ഒരു കൈരളിയുടെ ഒരു ഇറക്കിയിട്ടുണ്ടായിരുന്നു TV-യിൽ, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഇങ്ങനെയൊക്കെ ഓർമ്മകൾ ഇങ്ങനെ ഒതുക്കിക്കൊണ്ട്. അപ്പച്ചൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? സോവനീഴ്സൊക്കെ കുറച്ച് പണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ. പിന്നെ ഞങ്ങൾ അത് റേഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം കൊണ്ടുവന്ന ക്ലോക്ക് എന്നും അത് ഓർഡറാണ്. അന്ന് സിക്കോഫൈൻ്റെ പിന്നെ മെൻസിങ് ചെയ്യണ മെഷീനെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ടതല്ല. മദറെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മദറിപ്പോൾ ഇല്ലാണ്ട് 2 കൊല്ലമായി മദർ മരിച്ചിട്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഗോഡ്വിനും ഒരു കപ്പലോട്ടക്കാരനാണല്ലോ അല്ലേ? ഇപ്പം എത്ര വർഷമായിട്ട് കപ്പൽ ഓടുന്നുണ്ട്? ഞാൻ ഒരു 25 years കഴിഞ്ഞ് കൂടുതലായി. പുറത്താണ്. ഞാൻ ടോം ഷിപ്പിംഗ് കമ്പനിയിലാണ് ഡെൻമാർക്കിൻ്റെ. അതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വന്നിട്ട് മദറിനായിട്ട് ഇത് വെച്ചിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ ഗോഡ്വിന് 3 പെങ്ങന്മാരാണല്ലോ അല്ലേ? അതെ. എനിക്ക് 3 പെങ്ങന്മാർ. എൻ്റെ ഇളയ ആൾക്കാരാണ് 3 പേര്. എല്ലാവരും നല്ലപോലെയൊക്കെ എടുക്കുന്നു. അപ്പോൾ സെൻറ്റ് ജോൺ ദി ബ്രിട്ടോ സ്കൂളിൽ വെച്ചിട്ടാണ് അല്ലേ? 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് സംഭവം അല്ലേ? നമ്മൾ അതെ അന്നത്തെ
അന്നത്തെ അതെ ആ ഓർമ്മകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് ഇപ്പോൾ വികാസിനെ കണ്ടുകൊണ്ട് വികാസ് ചോദിക്കാനും ഇടയായി അതിനെപ്പറ്റിയൊക്കെ. ഇപ്പോഴല്ലേ ഈ ടൈം കപ്പലിൽ പോയത്. അല്ല എനിക്കിപ്പോഴും ഓർമ്മയുള്ള വെച്ചാൽ ഗോഡ്വിൻ്റെ കരച്ചിലായിരുന്നു. എനിക്കിപ്പോഴും അന്ന് ക്ലാസ് റൂമിൽ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കേൾക്കുമ്പോൾ ചില ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഈ ന്യൂസ് വരുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് റേഡിയോയിലുണ്ടാവും, ഉച്ചക്ക് ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും, പിന്നെ ദിവസത്തെ പേപ്പറിലുണ്ടാവും, പിന്നെ വൈകുന്നേരത്തെ റേഡിയോയിലുണ്ടാവും, കപ്പലവിടെ കണ്ട് ഇവിടെ അതായി എന്നൊക്കെ പറഞ്ഞു. ഇതുവരേക്കും യാതൊരു അതിനുശേഷം ഒരു പടം ഇറങ്ങി അല്ലേ ഈ കപ്പലിനെ കുറിച്ചിട്ട്? ഇല്ല പടം പിടിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞ് ഇല്ല, അമേരിക്ക അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പടം വരുന്നില്ല. പിന്നെ കുറേ ഇവർ നമ്മുടെ നിവിൻ പോളി ഒരു ഫിലിമിലേക്ക് അഭിനയിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട്. പിന്നെ അതിനെപ്പറ്റി അറിയില്ല എനിക്കതിനെപ്പറ്റി. പിന്നെ ഇതിൻ്റെ ഓർമ്മകളും കൊണ്ട് നമ്മൾ ജീവിച്ചു തീർക്കണം. ഇനി ന്യൂ ജെന്നെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ജെന്നെ ഒരു അറിവൊന്നുമില്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ താങ്ക് യു സോ മച്ച് ഗോഡ്വിൻ. താങ്ക് യു.